ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാലം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. മഹത്തായ 30ാം വർഷത്തിലേക്ക് വെക്കേഷൻ ക്ലാസുകൾ 8, 9, 10 സ്റ്റേറ്റ് ആൻഡ് CBSE ഗോയിങ് ക്ലാസുകൾ, +1, +2 ട്യൂഷൻ ക്ലാസുകൾ 20/4/2015 ആരംഭിക്കുന്നു. മറ്റു ക്ലാസുകൾ +1, +2, BA, BCom, MA ആൻഡ് MCom. ഞങ്ങളുടെ പ്രത്യേകതകൾ: അഡ്മിഷൻ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം. കുട്ടികൾക്ക് യൂണിഫോം, തിരിച്ചറിയൽ കാർഡ് എന്നിവ. KSRTC സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ. SC, ST, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ.
കിഴക്കൻ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. വനംവകുപ്പിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധവും ശക്തമാകുന്നു. പത്തനാപുരം സ്വദേശിനി എറണാകുളത്ത് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണു മരിച്ചു. മരിച്ചത് പത്തനാപുരം ശോഭാലയത്തിൽ പ്രഭാറജി. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. 2 കുട്ടികൾക്ക് പരിക്ക്. മദ്യപിച്ചെത്തിയ 5-അംഗ സംഘം വീടുകയറി ആക്രമിച്ചതായി പരാതി. ഇളമ്പൽ മരത്തൻകോട് സ്വദേശി ഷാബുവിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. വാർത്തകൾ വിശദമായി. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വീണ്ടും കാട്ടാന ശല്യം. മണിക്കൂറുകൾ നിലയുറപ്പിച്ച കാട്ടാനയെ നാട്ടുകാരാണ് വിരട്ടി കാട്ടിലേക്ക് അയച്ചത്. കാട്ടാന ഭീതിയിൽ കിഴക്കൻ മേഖലയിലെ ജനജീവിതം താറുമാറായി. ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആനക്കല്ലിങ്ങിന് സമീപമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ ഒറ്റയാൻ എത്തിയത്. 3 മണിക്കൂറോളം നിലയുറപ്പിച്ച ഒറ്റയാനെ പിന്നീട് നാട്ടുകാർ വിരട്ടി കാട്ടിലേക്ക് കയറ്റുകയായിരുന്നു. മുൻപും ഇവിടെ കാട്ടാന ഇറങ്ങിയത് ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂട്ടമായി എത്തിയ പ്രദേശവാസികൾ പാട്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചുമാണ് ആനയെ വിരട്ടി കാട്ടിലേക്ക് കയറ്റിയത്. ആനയുടെ ചിഹ്നംവിളി കേട്ട് ഭയന്നോടിയ ഒരു സ്ത്രീക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ആന കാടുകയറിയ ശേഷമാണ് വനപാലകരെത്തിയത്. ഇതേ ചൊല്ലി വനപാലകരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. പ്രദേശത്ത് സ്ഥാപിച്ച സൗരോർജ്ജ വേലി കാര്യക്ഷമമല്ലാത്തതാണ് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നത്. അടിക്കടി കാട്ടാനശല്യം രൂക്ഷമാകുന്നതിനാൽ പ്രദേശത്ത് എലിഫന്റ് ട്രഞ്ച് ഉൾപ്പെടെ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ആന വരുന്നെന്ന് വിളി കേട്ടോണ്ട് ഞാൻ അകത്ത് തയ്ക്കുമായിരുന്നു. തയ്ച്ചോണ്ട് എന്നിട്ട് അച്ഛൻ പടിഞ്ഞാറ് കിളയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പുറത്തെ വാതിൽക്ക് കൂടെ വെളിയിലിറങ്ങി അച്ഛനെ വിളിക്കാനായിട്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് അച്ഛനെ വിളിച്ചു. അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ വിളി കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് മുറ്റത്ത് ആന. ഞാൻ പിന്നെ പേടിച്ച് പെരയ്ക്കകത്ത് കയറി. പിന്നെ ആൾക്കാരെല്ലാം പുറയിലുണ്ടായിരുന്നു. ആന ഞങ്ങളുടെ മുറ്റത്തൂടെ ഇതിനെ കൂടെ പോയി അച്ഛൻ മേടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു. അച്ഛൻ്റെ ഫ്രണ്ടിൽ ആനയായി. അച്ഛൻ പിന്നെ തിരിഞ്ഞോടി. അച്ഛനെ കാല് വയ്യാത്തതാണ്. മതിലേ കൂടെ ഓടി അപ്പുറത്ത് ചാടി ആന ഇങ്ങനെ. ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. ഇന്നലെയാണെങ്കിൽ ഈ പ്രദേശത്ത് ഒരു കാട്ടാന ഒറ്റയാൻ ഈ പ്രദേശത്തോട് വന്ന് മനുഷ്യൻ ഭീതിയോടെ, കുഞ്ഞുങ്ങളടക്കമുള്ള സ്ത്രീകൾ ഭീതിയോടെയാണ് ഇവിടെ ഓടിക്കൊണ്ടത്. ഇതിനെതിരെ നാളിതുവരെയും ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവനും വേണ്ടപ്പെട്ട അധികാരികൾക്ക് അറിയിപ്പ് കൊടുത്തത് ഇന്ന് വരെ ഒരു നടപടി എടുത്തില്ല. അധികാരികൾ ഉറക്കം നടിച്ച് നടക്കുന്ന സ്ഥിതിവിശേഷമാണ്. അതിന്റെ ചിത്തഫലമായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവൻ വരെയും പോകുന്ന സ്ഥിതിയാണ്. ഇവിടെ കാട്ടാനയുണ്ട്. കാട്ടുമൃഗങ്ങളുടെ പുലി അടക്കമുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം മനുഷ്യന് ജീവിക്കാൻ വയ്യ. ഇവിടെ 5 ലക്ഷം രൂപ പ്ലാൻ ചെയ്ത് സോളാർ പ്ലാന്റ് നിർമ്മിച്ച്, എന്നാൽ ആ സോളാർ പ്ലാന്റ് ഇന്ന് വരെയും പ്രായോഗികപരമായിട്ട് ഒരു പ്രവർത്തനവുമില്ല. ആ സോളാർ പ്ലാന്റ് കടന്നാണ് ഇന്ന് ഈ കാട്ടുമൃഗം ഇവിടെ വന്നേക്കുന്നത്. ഇതിനെതിരെ വേണ്ടപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണം, ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കണം എന്ന് മാത്രമാണ് ഞാൻ. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം സ്വദേശിനി എറണാകുളത്ത് ഫ്ളാറ്റിന് മുകളിൽ നിന്നും വീണു മരിച്ചു. പത്തനാപുരം ശോഭാലയത്തിൽ പ്രഭാറജിയാണ് മരിച്ചത്. എറണാകുളം കാക്കനാട്ടുള്ള ഫ്ളാറ്റിൽ 24ാം നിലയുടെ മുകളിൽ നിന്നുമാണ് 48-കാരിയായ പ്രഭാറജി വീണു മരിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ദുരന്തം സംഭവിച്ചത്. കുവൈറ്റിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ കോന്നി കൊല്ലമ്പടി സ്വദേശി റജി സാമുവലാണ് ഭർത്താവ്. പ്രിയ മേരി റജി, റിങ്കു മറിയ റജി എന്നിവർ മക്കളാണ്. സംസ്കാരം വകയാർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റബ്ബർ മേഖലയിലെ വിലയിടിവ് മൂലം തകർച്ചയിലേക്ക് നീങ്ങുന്ന സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനെ രക്ഷിക്കാൻ മാനേജ്മെന്റ് പുതിയ കൃഷിരീതികൾക്ക് തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി ശുദ്ധജല മത്സ്യകൃഷിക്ക് മുള്ളുമല എസ്റ്റേറ്റിൽ തുടക്കമായി. സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ ലാഭകരമായി പ്രവർത്തിച്ചു വന്നിരുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ. ആഗോളതലത്തിൽ റബ്ബർ മേഖലയിലുണ്ടായ തകർച്ച കോർപ്പറേഷനെ തകർച്ചയിലേക്ക് നയിക്കുകയാണ്. ഈ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുന്നതിനും പുത്തൻ കാലഘട്ടത്തിന്റെ ആവശ്യം കണക്കിലെടുത്തും കാർഷിക മേഖലയിൽ വൈവിധ്യവൽക്കരണ പദ്ധതി നടപ്പാക്കുകയാണ് SFCK ചെയർമാൻ C മോഹനൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ചെയ്യുന്നത്. കോർപ്പറേഷന്റെ പുതിയ കർമ്മ പദ്ധതിയായ ശുദ്ധജല മത്സ്യകൃഷിക്ക് മുള്ളുമല എസ്റ്റേറ്റിൽ തുടക്കം കുറിച്ചു. കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ, SFCK ചെയർമാൻ C മോഹനൻ പിള്ള, പത്തനാപുരം MLA KB ഗണേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, SFCK MD ഷിബുകുമാർ എന്നിവർ മത്സ്യക്കുഞ്ഞുങ്ങളെ മുള്ളുമല എസ്റ്റേറ്റിൽ പ്രത്യേകം പണി കഴിപ്പിച്ച കുളത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അല്ല
പുതിയ കർമ്മ പദ്ധതിയിലൂടെ കൂടുതൽ ലാഭകരമായ അവസ്ഥയിൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 495 ലക്ഷം രൂപയുടെ വൈവിധ്യവൽക്കരണ പദ്ധതിയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ചെയർമാൻ സി മോഹനൻപിള്ള അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ സൈഡ് വാളിൽ ഭഗത് സിംഗ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പ്രതിഭാസംഗമവും സാംസ്കാരിക യോഗവും സംഘടിപ്പിച്ചു. മുൻ MLA KR ചന്ദ്രമോഹൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി S. ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ബിനോയ് S. നായർ സ്വാഗതം പറഞ്ഞു. CPI കടക്കൽ മണ്ഡലം സെക്രട്ടറി S. ബുഹാരി, അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള, കണ്ണങ്കോട് സുധാകരൻ, KB ശബരിനാഥ്, A. താജുദ്ദീൻ, TS. നിതീഷ്, സോണി, വിൻസെന്റ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി പരാതി. 2 കുട്ടികൾക്ക് സാരമായി പരിക്കേറ്റു. ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മെമ്പർഷിപ്പ് ഫോമിൽ ഒപ്പിടാൻ വിസമ്മതിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന കലാലയ രാഷ്ട്രീയമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മർദ്ദനത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ കൈക്ക് പൊട്ടലുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഈ സംഭവം സ്കൂളിൽ നടന്നത്. അക്രമി സ്കൂൾ യൂണിഫോമിലായിരുന്നുവെങ്കിലും മുഖം മഫ്ലർ കൊണ്ട് മറച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്ന് മർദ്ദനത്തിനിരയായവർ പറയുന്നു. പിന്നെ പേര് തമ്മിലൊക്കെ അറിയിട്ടില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ക്ലാസ്സിൽ കയറാൻ തിരിഞ്ഞപ്പോൾ ഷോളിൽ പിടിച്ച് വലിച്ചിട്ട് അടിച്ചിട്ട് ഓടിയപ്പോൾ അവിടെ കൂടെ നിന്ന് കുട്ടികളാണ് അവിടെ ചെന്നിട്ട് മുൻകൂടി മാറ്റിയപ്പോൾ കണ്ട് കുട്ടികളുടെ കാണുന്ന മുഖങ്ങൾ. രക്ഷിതാക്കൾ ഇന്ന് സ്കൂളിൽ എത്തി പരാതി നൽകിയപ്പോഴാണ് സംഭവം പുറം ലോകം അറിയുന്നത്. 4 മണിയോടുകൂടി ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് മോളെ ഇതേപോലെ സ്കൂളിലാരോ ഒന്ന് ചെറുതായിട്ട് വലിയ പിള്ളേരാരോ ഒന്ന് തട്ടി, ഇങ്ങനൊരു വിഷയമുണ്ട്, ഒന്ന് വരാമോ എന്ന് വിളിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേന് സ്കൂൾ വിടുന്ന ടൈമായിരുന്നു. അപ്പം പറഞ്ഞ് +2 പഠിക്കുന്ന ഏതോ പയ്യന്മാർ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വന്നപ്പോൾ ഒപ്പിടാഞ്ഞതിന് ചെയ്തതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങി. അത്ര സീരിയസ് ആക്കിയില്ല. ഇങ്ങനെ ഇറങ്ങിയിട്ട് അവളോട് കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞ അമ്മ ഷാളെ പിടിച്ചിട്ട് ഇങ്ങനെ ഇപ്പോഴും നോക്കിയപ്പോഴാണ് കണ്ടേ നീലിച്ച് വീക്കം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന സംഭവം. പക്ഷെ 2 മണിക്ക് തൊട്ട് ടീച്ചർ ആളിനെ തിരക്കി നടക്കുക. 4 മണിക്ക് റിപ്പോർട്ട് ചെയ്ത് ടീച്ചർ അപ്പോൾ തന്നെ ഇത് സംഭവം നടന്നപ്പോൾ തന്നെ ടീച്ചർ അവിടെ അന്വേഷണം നടന്ന് പിറ്റേലും സ്കൂൾ അധികൃതരെ കാര്യങ്ങൾ അറിയിച്ചായിരുന്നു. ഏത് വിദ്യാർത്ഥി സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് മർദ്ദനത്തിന് ഇരയായവർക്കും പറയാൻ കഴിയുന്നില്ല. ഏരൂർ സ്കൂളിന്റെ പരിസരത്ത് പാർട്ടി ഓഫീസിനെയും വെല്ലുന്ന നിലയിലാണ് കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പേരുകൾ നേരെ പറയാൻ പോലും അറിയാത്ത 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ ഏത് പാർട്ടിയിൽ ചേർക്കാനാണ് അക്രമി ശ്രമിച്ചതെന്നും അക്രമി ആരാണെന്നും കണ്ടുപിടിക്കാൻ ഏരൂർ പോലീസ് ശ്രമം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വീട്ടമ്മയെ കാണാതായതായി പരാതി. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിൽ പാലവിള വീട്ടിൽ സുലേഖ ബീവിയെയാണ് കാണാതായത്. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റ് പാലവിള വീട്ടിൽ സുലേഖ ബീവിയാണ് ഞായറാഴ്ച കാണാതായത്. ഉച്ചയോടെ തിരുവനന്തപുരത്തുള്ള ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ സുലേഖ ബീവി പുനലൂരിലെത്തിയതായി പറയപ്പെടുന്നു. തുടർന്ന് വീട്ടമ്മയെ കാണാതാകുകയായിരുന്നു. വീട്ടമ്മയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ നമ്പറായ 0474 2454629 എന്ന നമ്പറിലോ SIയുടെ മൊബൈൽ നമ്പറായ 9497980183 എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ
9447255870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. Premium passion, the poetic watering. Premium classic. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. പെൺമനസ്സിനെ തൊട്ടു തഴുകുന്ന അതിവിശാലമായ ബ്രൈഡൽ കളക്ഷൻ. സംഗീതമൊഴുകുന്ന ശ്രുതിമാധുര്യത്തോടെ കനകവർണ്ണത്തിൽ ചാലിച്ചെഴുതിയ സ്വപ്നചിത്രം ഇനി നിങ്ങൾക്കും സ്വന്തം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുവാൻ ഏറ്റവും പുതിയ ഡയമണ്ട് കളക്ഷൻസ്. ഇടിമണ്ണിക്കൽ സ്വർണ്ണമാകൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുത്തറ, ചിറ്റാർ. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alakkulam, Tengashi. തെന്മല പോലീസ് സ്റ്റേഷൻ മാറ്റുന്നതിനായി ഉന്നത തലത്തിൽ ഗൂഢാലോചന നടക്കുന്നതായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ആരോപിച്ചു. ഏറെ വിവാദമായ തെന്മല പോലീസ് സ്റ്റേഷൻ നിലവിലുള്ള സ്ഥലത്ത് നിലനിർത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ഏറെ വിവാദമായ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്നും മാറ്റുന്ന വിഷയം ഇതോടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. തെന്മല ഗ്രാമപഞ്ചായത്താകട്ടെ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ തെന്മല മാർക്കറ്റിനോട് ചേർന്ന് 25 സെന്റ് സ്ഥലം വിട്ടു നൽകിയിരുന്നു. എന്നാൽ നിലവിൽ റിയ എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ അവിടെ തന്നെ പുതുക്കി പണിയണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ ആവശ്യം. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷൻ സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ച് DYSP കുളത്തൂപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് തിരിച്ച് അയച്ചതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയ സാഹചര്യത്തിൽ സ്റ്റേഷൻ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു തന്നെ നിർമ്മിക്കണമെന്ന റിപ്പോർട്ട് തിരുത്താൻ ആവശ്യപ്പെടുന്നതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ആരോപിച്ചു. ഈ പോലീസ് സ്റ്റേഷനെ മാർക്കറ്റിലേക്ക് മാറ്റാനുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നു. ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക അഴിമതി ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈ സാമ്പത്തിക അഴിമതി നടത്തിയ ആളുകൾക്ക്
ഇത് പോലീസ് സ്റ്റേഷൻ മറ്റ് സ്ഥലത്തേക്ക് മാറ്റിക്കൊടുക്കാമെന്ന ധാരണ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായി ജനങ്ങളെ കച്ചവടം നടത്തുന്ന ഒരു സമീപനത്തിൽ നിന്നും ഇവർ പിന്മാറണം എന്നാണ് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. അതോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ബഹുമാനായ അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കുളത്തൂപ്പുഴ സർക്കിളിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതാണ്. ഈ ഭൂമി സംബന്ധിച്ച് പോലീസ് സ്റ്റേഷൻ മാറ്റുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കൊടുത്ത റിപ്പോർട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന സ്ഥലത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ നിലനിർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ റിപ്പോർട്ട് കൊല്ലത്തെത്തിയപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റിപ്പോർട്ട് പരിഗണിക്കാതെ ഇത് പോലീസ് സ്റ്റേഷൻ മാർക്കറ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് തിരുത്തി എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് തിരിച്ചയച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിലൊക്കെ വലിയ സാമ്പത്തിക അഴിമതിയും വലിയ ഗൂഢാലോചനയും ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഈ പ്രദേശത്തെ വികസനം സാധ്യമാക്കുന്നതിനും ഈ പ്രദേശത്തെ ക്രമസമാധാനം നിലനിർത്തുന്നതിനും തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളുടെ വിസ്തൃതി കണക്കിലെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷൻ നിലവിലുള്ള ഗവൺമെന്റ് ഭൂമിയായ ആ ഭൂമിയിൽ തന്നെ നിലനിർത്തുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകണമെന്ന് ന്യൂസ് ബ്യൂറോ തെന്മല. ആര്യങ്കാവ് പാലരുവി വനസംരക്ഷണ സമിതി തെരഞ്ഞെടുപ്പ് വീണ്ടും വിവാദത്തിനു പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണെന്നും ആക്ഷേപം. കഴിഞ്ഞ 31-നാണ് വനസംരക്ഷണ സമിതി തിരഞ്ഞെടുപ്പ് നടത്തുകയും ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗമായ സണ്ണി ജോസഫിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ചെയ്തത്. 20-അംഗ സമിതിയിൽ നിന്നും 9 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് രാജിക്കത്ത് നൽകിയതോടെയാണ് സംഭവം വിവാദമായത്. തിരഞ്ഞെടുപ്പ് ഗൈഡ് ലൈൻ പ്രകാരമല്ല നടന്നതെന്നും പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് സമവായത്തിലൂടെയല്ലെന്നും രാജിവെച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പറഞ്ഞു. 2012 ഡിസംബറിൽ ആണ് അവസാനം തിരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് തിരഞ്ഞെടുപ്പിനെതിരെ സണ്ണി ജോസഫ് കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ DFO സമിതി പിരിച്ചുവിട്ടിരുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ പലതവണ ശ്രമം നടന്നെങ്കിലും സാധ്യമായില്ല. തിരഞ്ഞെടുപ്പിനെതിരെ കോടതിയെ സമീപിക്കാനാണ് രാജിവെച്ച അംഗങ്ങളുടെ നീക്കം. എന്നാൽ പാലരുവി VSS തെരഞ്ഞെടുപ്പ് സമവായത്തിലൂടെ നടത്താൻ കഴിയാത്തത് കോൺഗ്രസിലെ തന്നെ ഗ്രൂപ്പ് പോരിന്റെ ഫലമെന്നാണ് ചിലരുടെ ആക്ഷേപം. ഈ തിരഞ്ഞെടുപ്പ് ഗൈഡ് ലൈൻ അനുസരിച്ച് സമവായത്തിലൂടെ ആയിരിക്കണമെന്നാണ് കോടതിയുടെയും ഉയർന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് തെറ്റായിട്ടാണ് 31/5/2015 അവിടെ നടന്നിട്ടുള്ളത്. അഴിമതിയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ശ്രീമാൻ സണ്ണി ജോസഫ് ഹൈക്കോടതിയിൽ പോവുകയും അത് മുഖ്യ വനപാലകൻ ഏർപ്പെട്ട് സമിതി പിരിച്ചുവിടുകയും ഉണ്ടായി. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ 31/5/2015 സമവായത്തിലൂടെ ഭരണസമിതി തിരഞ്ഞെടുക്കണമെന്ന് നിയമമുണ്ടെങ്കിലും സമവായത്തിലൂടെ അല്ല തിരഞ്ഞെടുപ്പ് നടത്തുക. അതുപോലെ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തും സമവായത്തിലൂടെ അല്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽപ്പെട്ട 4 പേരും 20 നിർവഹണ സമിതി അംഗങ്ങളിൽപ്പെട്ട 9 പേരും ഇതിന് പ്രതിഷേധമായി രാജിക്കത്ത് തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കും ആര്യങ്കാവ് റേഞ്ച് ഓഫീസർക്കും സെക്രട്ടറിക്കും നൽകുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ തെന്മല. കേരള കർഷക സംഘം പുനലൂർ ഏരിയ കമ്മിറ്റിയും CPMന്റെ ശുചിത്വ നഗരം പദ്ധതിയായ ഒരുമയും ചേർന്ന് ജനകീയ ജൈവ പച്ചക്കറി കൃഷി ശില്പശാല സംഘടിപ്പിച്ചു. പുനലൂർ സ്വയംവര ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പുറത്തുനിന്ന് വരുന്നതിന്റെ പ്രത്യേകതകളെ കുറിച്ചുകൂടി ഈ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ബോധവൽക്കരിച്ച് ക്രമേണ അതിനെ പ്രതിരോധിച്ച് നമുക്കൊരു സ്വയം പര്യാപ്തതയ്ക്ക് എത്തി അത് നഷ്ടപ്പെടാതെ നിലനിർത്തി പോകാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ തയ്യാറാക്കിയത്. ജൂൺ 14 ഞായറാഴ്ച പുനലൂർ സ്വയംവര ഹാളിലാണ് ജനകീയ ജൈവ പച്ചക്കറി കൃഷി ശില്പശാല സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് ഒരുമ കൺവീനർ GJK ബാബു അധ്യക്ഷനായി. കർഷക സംഘം പുനലൂർ ഏരിയ സെക്രട്ടറി ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോർജ് മാത്യു പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് മികച്ച കർഷകരെ ആദരിച്ചു. കാർഷിക വിളകളും ആധുനിക കൃഷിരീതിയും എന്ന വിഷയത്തിൽ കൃഷി ഓഫീസർ K. കുരികേശു ക്ലാസ് നയിച്ചു. ലൈവ് വാർത്ത പുനലൂർ. മദ്യപിച്ചെത്തിയ 5-അംഗ സംഘം വീടുകയറി ആക്രമിച്ചതായി പരാതി. ഇളമ്പൽ മരത്തക്കോട് സ്വദേശി ഷാബുവിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഷാബുവിനും കുടുംബത്തിനും പരിക്കേറ്റു. ഇളമ്പൽ മരത്തക്കോട് പള്ളിപ്പടിഞ്ഞാറ്റതിൽ വീട്ടിൽ ഷാബു, ഭാര്യ അനിത, മക്കൾ സോന, സോനു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ചെത്തിയ സംഘം ഇവരെ വീട്ടുകയറി മർദ്ദിക്കുകയായിരുന്നത്രേ. സമീപവാസികളായ അനന്തു, അയ്യപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘമാണ് മർദ്ദിച്ചതെന്ന് മർദ്ദനത്തിനിരയായ അനിത പറഞ്ഞു.
ഞാൻ ഇടയ്ക്ക് പുറത്ത് തുടങ്ങിയപ്പോൾ ഇന്നത്തെ എന്നെ കണ്ടപ്പോൾ ഉടനെ ചാടി കയറിയുമായിരുന്നു. എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം പറഞ്ഞു. അങ്ങനെ ഇത്രയും പറഞ്ഞു. അപ്പോഴത്തെ എല്ലാവരും വന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് എന്നെ പിടിക്കുന്നുണ്ട്. ഹരിയെന്ന് പറഞ്ഞത് നടത്തുന്ന പറഞ്ഞത് പിന്നെ ശ്രീജു, അയ്യപ്പൻ, ഇത്രയും പേരോടാ അനന്തു ഇത്രയും പേര് അടിയുണ്ടാക്കി എന്നെ കുറേ അടിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവരുന്നത്. ഒന്നും പറഞ്ഞില്ല, അതൊന്നും മിണ്ടില്ല. അതിനെ പഠിച്ചൊക്കെ താഴെയിട്ട് തിരക്ക് ആർത്തി വരെ ഞങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ മുന്നിലേക്കായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തേർന്നു. എന്നിട്ട് എന്നെ കരി പിടിച്ചു. ഞാൻ ഒന്നും മിണ്ടില്ല. എന്നിട്ട് ഞാൻ ഒന്ന് വിളിച്ചു കൊടുക്കുന്ന ഒരു ബാല പണി ചെയ്യുന്നില്ല. പിന്നെ അത് തന്നെ പോസിറ്റീവ് എല്ലാം നശിപ്പിച്ചു. എനിക്കത് എണ്ണം മൊത്തവും നശിപ്പിച്ചു. ഞാൻ കടന്ന് വിളിച്ചു കൊടുക്കുന്ന നാട്ടുകാരോട് മുന്നിൽ ഓടി. ഇവരുടെ വീട്ടുപകരണങ്ങളും സംഘം അടിച്ചു നശിപ്പിച്ചിട്ടുണ്ട്. മർദ്ദനമേറ്റ ഷാബുവും കുടുംബവും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പുനലൂർ പോലീസ് കേസെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ എന്നയാളെ പിടികൂടി പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലൈവ് വാർത്ത പുനലൂർ. KSRTC ഡ്രൈവറുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചതായി പരാതി. യൂത്ത് കോൺഗ്രസ് പ്രവന്തൂർ മണ്ഡലം സെക്രട്ടറി മുള്ളുമല സന്തോഷിനാണ് കഴിഞ്ഞ ദിവസം രാത്രി മർദ്ദനമേറ്റത്. ശനിയാഴ്ച രാത്രി കറവൂരിന് സമീപം മൈക്കാമൻ ഭാഗത്ത് വെച്ചാണ് സന്തോഷിന് മർദ്ദനമേറ്റത്. ബൈക്കിലെത്തിയ സന്തോഷിനെ KSRTC ഡ്രൈവറുടെ നേതൃത്വത്തിൽ മറ്റൊരു വാഹനത്തിലെത്തി തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു അത്രേ. ശരീരത്തിന്റെ പല ഭാഗങ്ങളുമായി ആഴത്തിൽ മുറിവേറ്റ സന്തോഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTC ഡ്രൈവർ നിരന്തരം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സന്തോഷ് KSRTC അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. പ്രതികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി SC സഞ്ജയ് ഖാനും നിയോജകമണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാറും ആവശ്യപ്പെട്ടു. സാമൂഹ്യവിരുദ്ധന്മാരായ കുറച്ച് ആളുകൾ സിനിമാ സ്റ്റൈലിൽ വന്ന് വണ്ടി കൊണ്ട് അദ്ദേഹത്തെ ബൈക്ക് മറിച്ചിടുകയും മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തലയ്ക്കുള്ളിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മൂക്കിന്റെ എല്ല് പൊട്ടി രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. പല്ല് അടന്നു പോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മനുഷ്യനെ കൊല ചെയ്യുന്നതിന് വേണ്ടി കണക്കുകൂട്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇത്. സന്തോഷ് മുള്ളുമലയെ ആക്രമിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഈ സന്തോഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ മുള്ളുമലയ്ക്ക് വന്നുകൊണ്ടിരുന്ന ബസ് സമയാസമയങ്ങളിൽ ഓടുന്നില്ലെന്നും അതോടൊപ്പം ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തോട് ഈ പറയുകയും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത് ഇഷ്ടപ്പെടാതെ ആ KSRTC ഡ്രൈവറായ രാജു എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ലൈവ് വാർത്ത പുനലൂർ. പത്തനാപുരം കുണ്ടയം ദേശീയ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പുരസ്കാരദാന സമ്മേളനം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി അനുമോദിച്ചു. വിദ്യാർത്ഥികൾ പഠന വിഷയങ്ങളിൽ മാത്രം ഒന്നാം സ്ഥാനം നേടിയാൽ പോരെന്നും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഒന്നാമതെത്താൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും പുരസ്കാരദാനം നിർവഹിച്ചുകൊണ്ട് ഫാത്തിമ ഖാൻ പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ മിടുക്ക് മനസ്സിലാക്കുക, അതിനുള്ള എല്ലാ അവസരങ്ങളും കൊണ്ട് നിങ്ങൾ ഇന്ന് ലഭിക്കുന്ന ഈ അവാർഡുകൾ നിങ്ങളുടെ പ്രോത്സാഹനം നിങ്ങളുടെ ഭാവി ജീവിതത്തെ എന്നും കൈപിടിപ്പിക്കുവാൻ നിങ്ങളുടെ ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കണം. അങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് നല്ല കുട്ടികളുടെ നല്ല മനസ്സിന്റെ ഉടമയായിട്ട് മാറണം. പഠിക്കുന്നതിനോടൊപ്പം ഒരു യഥാർത്ഥ മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ അവന് എല്ലാവരും വിദ്യാഭ്യാസം ഉണ്ടാവും, എല്ലാവരെയും സ്നേഹിക്കുവാൻ കഴിയും, നാടിനെ സ്നേഹിക്കുവാൻ കഴിയും, നല്ല നാട്ടുകാരനാകാൻ കഴിയും, നല്ല സുഹൃത്താകാൻ കഴിയും, നല്ല മകനാകാൻ കഴിയും, നല്ല മകളായി നല്ല സഹോദരിയായി ഒക്കെ വരുവാൻ, ഭാവിയിൽ നല്ല അമ്മയായി കുടുംബിനിയായി വരുവാനുള്ള എല്ലാ അവസരവും ഉണ്ടാകും. ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ രക്ഷാധികാരി അബ്ദുൾ മജീദ് സാഹിബ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M ജിയാസുദ്ദീൻ, K രത്നമ്മ, ഷീജ ഷാനവാസ്, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S സഫറുള്ള ഖാൻ, CPI മണ്ഡലം കമ്മിറ്റി അംഗം SM ഷെരീഫ്, ഹാഷിം, രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും നൽകി. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കല്ലുവെട്ടാൻകുഴി അമ്പലമുക്ക് തണൽ ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു. പഠനോപകരണങ്ങൾ കവി അനീഷ് K ഐലറ വിതരണം ചെയ്തു. ട്രസ്റ്റ് സെക്രട്ടറി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം K ഷിബുലാൽ സ്വാഗതം പറഞ്ഞു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ പ്രതിഭകളെ ആദരിച്ചു.
ജില്ലാ പഞ്ചായത്ത് അംഗം ബി ആനന്ദകുസുമം പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ട്രസ്റ്റിന്റെ 3ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുമയൂൺ കബീർ, പഞ്ചായത്ത് അംഗം മധുര വിജയൻ, PN ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും സെന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ. ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പുനലൂർ മുനിസിപ്പൽ കൌൺസിലിന്റെ അഴിമതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ പുനലൂരിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി ധർണ ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പുനലൂർ ടൗണിൽ പ്രകടനവും മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചത്. ധർണ KPCC ഉപാധ്യക്ഷൻ ഭാരതിപുരം ശശി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ടതും അവികസിതവുമായ മുനിസിപ്പാലിറ്റിയാണ് പുനലൂരെന്ന് ഭാരതിപുരം കുറ്റപ്പെടുത്തി. ഒരു പട്ടണത്തിന് വേണ്ട പ്രാഥമികമായ
യാതൊരു സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത കേരളത്തിലെ ഏക പട്ടണം പുനലൂരാണ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കുവാൻ ആർക്കും കഴിയും എന്നെനിക്ക് തോന്നുന്നു. ഒരു പഞ്ചായത്തിൻ്റെ വികസനം പോലും നടക്കാത്ത ഈ നഗരസഭ കഴിഞ്ഞ ഏറെക്കാലമായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. യോഗത്തിൽ KPCC നിർവാഹക സമിതി അംഗം എസ് താജുദ്ദീൻ, DCC ജനറൽ സെക്രട്ടറി സഞ്ജു ബുഖാരി, UDF ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ, പുനലൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ, കോൺഗ്രസ് നേതാക്കളായ അടൂർ N ജയപ്രസാദ്, അഡ്വക്കേറ്റ് ജെറോ, വനിതാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഗീത, മണ്ഡലം പ്രസിഡന്റ് ഗിരിജ, രജിരാജ്, റഷീദ് കുട്ടി, അജീഷ്, ഹാഷിം, റിയാസ്, മണിയാർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് AA ബഷീർ അധ്യക്ഷത വഹിച്ചു. B ചന്ദ്രബാബു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചലിൽ പൈപ്പ് ലൈൻ പൊട്ടി ജലം പാഴാകുന്നത് നിത്യസംഭവമാകുന്നു. നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല. ഇത് കല്ലടയാറോ പ്രകൃതിദത്ത വെള്ളച്ചാട്ടവുമല്ല. അഞ്ചൽ ചന്തമുക്കിലെ മെയിൻ റോഡാണിത്. ഇവിടെ ഈ പാഴാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പണവും കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷയുമാണ്. ഇവിടെ പൈപ്പ് ലൈൻ പൊട്ടി ജലം പാഴാകുന്ന നിത്യസംഭവമായി മാറുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ സ്ഥിതി തുടരുകയാണ്. ജലക്ഷാമം രൂക്ഷമായ അഞ്ചലിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ അലയുമ്പോൾ ഇത്തരത്തിൽ ജലം പാഴാകുന്നത് സാധാരണ ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന ആപ്തവാക്യം ഓഫീസുകളിലും പൊതുസ്ഥലത്തും പതിക്കുവാൻ ഓടി നടക്കുന്നവർ ഇതാദ്യം പതിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാട്ടർ അതോറിറ്റി ഓഫീസിലുമാണ്. ഇതിന്റെ പ്രാധാന്യം ആദ്യം മനസ്സിലാക്കേണ്ടതും ഇവർ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ടൈം കിഡ്സ് പുനലൂർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. താലൂക്ക് സമാജം സ്കൂൾ മാനേജർ N മഹേശൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ടൈം കിഡ്സിന്റെ സെന്റർ പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പുനലൂർ ചെമ്മന്തൂർ ഹൈസ്കൂളിന് സമീപമുള്ള ടൈം കിഡ്സ് മന്ദിരത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിൽ പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ നിലവാരം പുലർത്തുന്ന ടൈം കിഡ്സിന്റെ ജില്ലയിലെ 4ാമത്തേതും കേരളത്തിലെ 42ാമത്തേതും ഇന്ത്യയിലെ 173ാമത്തേതും സെന്ററാണിത്. ടൈം കിഡ്സ് അങ്കണത്തിൽ താലൂക്ക് സമാജം പ്രസിഡന്റ് NP ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സ്കൂൾ മാനേജർ N മഹേശൻ ഉദ്ഘാടനം ചെയ്തു. ടൈം കിഡ്സ് റീജിയണൽ മാനേജർ ജോർജ് ജോസഫ്, അടൂർ N ജയപ്രസാദ്, കടവിൽ ബാബു, വിജയകുമാരി അമ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമാജം സെക്രട്ടറി അശോക് B വിക്രമൻ സ്വാഗതവും ടൈം കിഡ്സ് സെന്റർ മാനേജർ ഷേബ അലക്സാണ്ടർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വൈവിധ്യമാർന്ന ഭക്ഷണ സാധനങ്ങളുമായി പുനലൂരിൽ ടേസ്റ്റ് ഓഫ് മലബാർ പ്രവർത്തനം ആരംഭിച്ചു. മാർക്കറ്റ് ജംഗ്ഷനിൽ മസ്കറ്റ് ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങളുമായി പുനലൂരിൽ ടേസ്റ്റ് ഓഫ് മലബാർ എന്ന പേരിൽ ഷോറൂമിന് തുടക്കം കുറിച്ചു. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ മസ്കറ്റ് ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ ഇനം ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊപ്പം കോഴിക്കോടൻ ഹൽവയാണ് പ്രധാന ആകർഷണം. കൂടാതെ ഫോറജിൻ ചോക്ലേറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയും ഹോൾസെയിലായും റീറ്റെയിലായും ലഭ്യമാണ്. വിളക്കുടി സ്നേഹതീരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്തേവാസി അൽമ, സ്ഥാപനം MDയുടെ മകൻ ബസാം ഖാൻ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് PA അനസ്, സ്നേഹതീരം സിസ്റ്റേഴ്സ് ലിസി ആന്റണി, കൌൺസിലർ ബീന ശാമുവൽ, സുലൈമാൻ മന്നാനി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാകുന്നു. വനംവകുപ്പിന്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധവും ശക്തമാകുന്നു. പത്തനാപുരം സ്വദേശിനി എറണാകുളത്ത് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണു മരിച്ചു. മരിച്ചത് പത്തനാപുരം ശോഭാലയത്തിൽ പ്രഭാറജി. ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി 5ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. 2 കുട്ടികൾക്ക് പരിക്ക്. മദ്യപിച്ചെത്തിയ 5-അംഗ സംഘം വീടുകയറി ആക്രമിച്ചതായി പരാതി. ഇളമ്പൽ മരത്തൻകോട് സ്വദേശി ഷാബുവിന്റെ വീടിനു നേരെയാണ് ആക്രമണമുണ്ടായത്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.
ശുഭവാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.